വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇരുന്ന് ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന വ്യക്തികളെ ഇപ്പോൾ തന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യണമേ, നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖഭാരങ്ങളിൽ, നിരാശയിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ആശ്വാസമാകട്ടെ. എങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്യും എന്നറിയാതെ നിൽക്കുന്നവർക്ക് അങ്ങയുടെ വചനം മാർഗദീപമാകട്ടെ. തമ്പുരാനെ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലെ, ഞങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകളും കുറവുകളും എടുത്തുമാറ്റി അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, ജൂലൈ 3-ാം തീയതി ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കാനായി നമ്മൾ ഒരുങ്ങുകയാണല്ലോ. നമ്മുടെ വിശ്വാസത്തിലെ, നമ്മുടെ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ തോമാശ്ലീഹായെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ദിവസം. എങ്ങനെയാണ് നാം നമ്മുടെ വിശ്വാസം ജീവിക്കേണ്ടത് എന്ന് ഒന്നുകൂടി ചിന്തിക്കുവാൻ ദൈവം തരുന്ന മനോഹരമായ ഒരു അവസരമായി നമുക്ക് ഇതിനെ കാണാം. ഈ തിരുനാൾ ദിവസം എല്ലാ വർഷവും ഒരുപക്ഷെ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനഭാഗമാണിത്. ഇതിൻ്റെ തലക്കെട്ടു തന്നെ തോമസിൻ്റെ സംശയം എന്നാണ്. ഈ വചനഭാഗം വായിക്കുമ്പോൾ ഒരുപക്ഷെ നാം എല്ലാം ആദ്യം ചിന്തിക്കുന്നതും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നതും സംശയാലുവായ ഈ ശിഷ്യൻ്റെ, തോമസിൻ്റെ ചിത്രമാണ്. പക്ഷേ ഈ വചനഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ മറ്റു ചില ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, സംശയാലുവായ ഒരു തോമസിനേക്കാൾ ഉപരിയായി യേശുവിനെ ഒരുപാട് സ്നേഹിച്ച, കുരിശിനെ ഒരുപാട് സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു തോമാശ്ലീഹ. കാരണം യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായത്തിൽ അത് നാം കാണുന്നുണ്ട്. അവിടെ വചനം പങ്കുവയ്ക്കുക ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ലാസർ രോഗിയായിരുന്നു എന്ന് യേശു അറിഞ്ഞു, എന്നിട്ടും അവിടേക്ക് പോയില്ല. ലാസർ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനെ ഉണർത്താനായി ഞാൻ പോകുന്നു എന്ന് തമ്പുരാൻ പറയുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, യൂദയായിൽ എല്ലാവരും നിന്നെ കല്ലെറിയുവാനായി കാത്തു നിൽക്കുകയാണ്, യഹൂദർ നിൻ്റെ ജീവൻ അപഹരിക്കാനായി അവിടെ കാത്തു നിൽക്കുകയാണ്, അവിടേക്ക് പോകേണ്ടതുണ്ടോ? യേശു അവരുടെ ആ താക്കീതിനെ മറികടന്നുകൊണ്ട് തൻ്റെ യാത്ര ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ,
അപ്പോൾ തോമാസ് ലീഹ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. അവിടെ കാത്തിരിക്കുന്നത് കുരിശാണെന്ന് ശിഷ്യന്മാർക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ വലിയ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് അവർക്കെല്ലാം കൃത്യമായ ധാരണയുണ്ട്. എന്നിട്ടും തോമാസ് ലീഹ പറയുകയാണ്, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൻ്റെ ഗുരുവിനെ ഒരുപാട് സ്നേഹിച്ച, കുരിശിനെ മാറോട് ചേർത്ത് പിടിച്ച ഒരു ശിഷ്യനായിരുന്നു തോമാസ് ലീഹ. മറ്റുള്ളവരെല്ലാം ഭയപ്പെട്ട് മാറി നിന്നപ്പോഴും അവനോടൊപ്പം നമുക്ക് ഈ യാത്ര ആരംഭിക്കാം എന്ന് പറഞ്ഞ ഒരു ശിഷ്യൻ. പ്രിയമുള്ളവരെ, അങ്ങനെ യേശുവിനെ സ്നേഹിച്ച ശിഷ്യനെക്കുറിച്ചാണ് ഈ വചനഭാഗം സംസാരിക്കുക. ഇവിടെ നാം വായിച്ചു, ശിഷ്യന്മാരെല്ലാവരും ഒരു മുറിയിലാണ്. അവിടേക്കാണ് ഉത്ഥിതനായ തമ്പുരാൻ കടന്നു വരിക. പക്ഷേ തോമാസ് ലീഹ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ചില മനുഷ്യർ അങ്ങനെയാണ്. തങ്ങളുടെ ജീവിതത്തിലെ ദുഃഖമോ വേദനയോ മറ്റാരും അറിയരുത് എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാകും. ഒരുപക്ഷെ തോമസും അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നിരിക്കാം. യേശു മരണപ്പെടുമെന്ന് ശിഷ്യന്മാരാരും കരുതിയിരുന്നില്ല. പലവട്ടം തമ്പുരാൻ അവരോടത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊന്നും അത്ര ഗൗരവമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതാ ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. യേശു മരണപ്പെട്ടു. യേശു വലിയ വേദനകളിലൂടെ കടന്നുപോയി. പ്രിയമുള്ളവരെ, അതിൻ്റെ നിരാശയിൽ ശിഷ്യന്മാർ ഈ മുറിയിൽ കതകടച്ചിരിക്കുകയാണ്. അവിടേക്കാണ് തമ്പുരാൻ കടന്നു വരിക. ഇതേ വേദന തോമാസ് ലീഹായുടെ ഉള്ളിലുമുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ ഒറ്റയ്ക്ക് മാറി നടക്കുന്ന ഒരു ശിഷ്യനെക്കുറിച്ചാണല്ലോ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പങ്കുവയ്ക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് തോമാസ് ലീഹായ്ക്ക് ആദ്യത്തെ ഈ ദൈവാനുഭവം നഷ്ടമാകുന്നത്, ആദ്യത്തെ യേശു സാന്നിധ്യം നഷ്ടമാകുന്നത്. നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ ആദിമസഭ എപ്രകാരമാണ് ജീവിച്ചത് എന്ന് കാണാൻ കഴിയും. ഒരുമയിലും സ്നേഹത്തിലും ഒരേ ഹൃദയത്തോടെ അവർ മുൻപോട്ട് പോയി എന്നാണല്ലോ നമ്മൾ വായിക്കുക. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും ഒരുമിച്ച് തരണം ചെയ്ത ഒരു സഭയുടെ പാരമ്പര്യമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരുമയിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അകന്നു നിൽക്കുന്ന, മാറി നിൽക്കുന്ന ഒരു ശിഷ്യനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുക. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് വലിയ ദൈവാനുഭവം ആദ്യത്തെ അവസരത്തിൽ നഷ്ടമായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. എന്തിനാണ് സഭയോട് ചേർന്ന് നിൽക്കുന്നത്? എന്തിനാണ് ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നത് എന്ന ചോദ്യമുയരുമ്പോൾ അതിനുള്ള ഉത്തരമാണ് തോമാസ് ലീഹായുടെ ഈ ജീവിതം. സഭയോട് ചേർന്ന് നിൽക്കാതെ വരുമ്പോൾ, സഭയിലെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാതെ വരുമ്പോൾ ദൈവം ഒരു സമൂഹത്തിലേക്ക് ചൊരിയുന്ന വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമാകും. നാം എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണല്ലോ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കാൾ ഇരട്ടിയാണ്, ഒരുപാട് അധികമാണ് ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നത്. പിന്നീട് ഒരുമിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഒരുമ, ഈ കൂട്ടായ്മ, ഈ സഭാത്മകത, അതൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ നിൽക്കാതെ വരുമ്പോൾ, അതിനോട് ചേരാതെ വരുമ്പോൾ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില അനുഗ്രഹങ്ങൾ, ദൈവാനുഭവങ്ങൾ നമുക്ക് നഷ്ടമായേക്കാം. തോമാസ് ലീഹ എന്തുകൊണ്ടാണ് മാറി നടന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല. ഞാൻ പറഞ്ഞതുപോലെ തൻ്റെ ദുഃഖം മറ്റാരും അറിയരുത് എന്ന് കരുതിയിട്ട് അല്പമൊക്കെ മാറി നിന്നതാകാം. പക്ഷേ പിന്നീട് തോമാസ് ലീഹ ഈ സമൂഹത്തിലേക്ക് തിരികെ വരുന്നു. അത് ഏറെ മനോഹരമായ ഒരു ചിത്രമാണ്. തോമാസ് ലീഹ ഈ കൂട്ടായ്മയിലേക്ക് തിരികെ എത്തുമ്പോൾ യേശു വീണ്ടും അവിടേക്ക് കടന്നു വരുന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെയുണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക,
അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഈ രണ്ടാമത്തെ തവണ യേശു കടന്നു വരുന്നത് ഒരുപക്ഷെ തോമാസ് ലീഹായ്ക്ക് വേണ്ടി മാത്രമാണ്. തന്നെ കാണാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ച, കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ഒരു ശിഷ്യന് വേണ്ടിയാണ്, അവന് വേണ്ടി മാത്രമാണ് യേശു കടന്നു വരിക. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും തോമാസ് ലീഹ തൻ്റെ മനസ്സിൽ എന്താണോ അത് മറച്ചു വച്ചില്ല. കണ്ടാലേ വിശ്വസിക്കാൻ പറ്റൂ എന്നുള്ള ഒരു മനസ്സായിരുന്നു തോമസിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞു. അതിനു മുൻപുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. എത്രയോ തുറവിയുള്ള ഒരു മനുഷ്യനാണ് തോമാസ് ലീഹ എന്നത് നമ്മൾ ധ്യാനിക്കണം. അദ്ദേഹത്തിൻ്റെ ഈ തുറവിയും ഈ ആത്മാർത്ഥതയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. കണ്ടാലേ വിശ്വസിക്കൂ എന്ന് ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായപ്പോൾ അദ്ദേഹം ഉടനെ അത് മറ്റുള്ളവരോട് പങ്കുവച്ചു. അദ്ദേഹം ഉടനെ അത് ദൈവത്തോട് പങ്കുവച്ചു. ഒരുപക്ഷേ വിശ്വസിക്കുന്നു എന്ന് പറയുകയും പുറമേ അത് ഭാവിക്കുകയും എന്നാൽ ഉള്ളിൽ മറ്റൊരു ചിന്തയുമായി കഴിയുകയും ചെയ്യുന്നവരെക്കാൾ എത്രയോ ഉയർന്ന ഒരു നിലയിലാണ് തോമാസ് ലീഹായുടെ ജീവിതം. ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നാമൊക്കെ ഒരുപാട് പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ് അഭിമാനിക്കും, നാമൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ അഭിമാനിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തിലുള്ളത് തന്നെയാണോ നമ്മൾ പുറമെ പ്രകടിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കണം. നമുക്കറിയാം, മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ യേശു യഹൂദരോട് പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യഹൂദർ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ് തമ്പുരാനോട് തർക്കിക്കുന്നുണ്ട്. അങ്ങനെ തർക്കിക്കുമ്പോൾ യേശു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായം 6-ാം തിരുവചനമാണ്. യേശയ്യ പ്രവചിച്ചതുപോലെ തന്നെ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. പുതിയ നിയമത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു വചനമാണത്. പക്ഷേ അത് യേശയ്യായുടെ പുസ്തകത്തിൽ അതിനു മുൻപേ എഴുതി വച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് കാലങ്ങളായി, മനുഷ്യനുള്ള കാലം മുതലേ ഈ ഒരു കാപട്യം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഉള്ളിൽ ഒന്ന് കരുതുകയും പുറമേ മറ്റെന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ എല്ലാ കാലങ്ങളിലുമുണ്ട്. ഇന്നും നമ്മുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഇത് കൃത്യമായി വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ തോമാസ് ലീഹ അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തനായിരുന്നു. തൻ്റെ ഉള്ളിൽ യേശുവിനെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത ഉയർന്നപ്പോൾ തന്നെ അത് അദ്ദേഹം പങ്കുവച്ചു. അതിനായിട്ട് കാത്തിരുന്നു. അതായത് ഒരുപാട് സത്യസന്ധതയും ഒരുപാട് ആത്മാർത്ഥതയുമുള്ള ഒരു ശിഷ്യനായി വേണം നമ്മൾ തോമാസ് ലീഹായെ മനസ്സിലാക്കാൻ. പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു വചനമുണ്ടല്ലോ. ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. തോമസിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. മറ്റുള്ളവരെല്ലാം, മനുഷ്യരെല്ലാം ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ ദൈവം നമ്മുടെ ഹൃദയം കാണുന്നു. ആ ഹൃദയം കാണുന്ന തമ്പുരാൻ്റെ മുൻപിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടെ സത്യസന്ധതയോടുകൂടെ വ്യാപരിച്ച ഒരു വ്യക്തിയാണ് തോമാസ് ലീഹ. തോമാസ് ലീഹായുടെ ഈ പ്രകൃതം വ്യക്തമാക്കുന്ന മറ്റൊരു വചനഭാഗമുണ്ട്. അതും യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ തന്നെയാണ്. 14-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ഇപ്രകാരം ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അതിനുള്ള ഉത്തരമായിട്ടാണ് യേശു വലിയ ഒരു വെളിപ്പെടുത്തൽ നടത്തുക. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനം, വഴിയും സത്യവും ജീവനും ഞാനാണ്. സ്നേഹമുള്ളവരെ, ഈ ശിഷ്യൻ എന്നും ഇങ്ങനെ തന്നെയായിരുന്നു. അറിഞ്ഞുകൂടാത്തത് അറിയും എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഭാവിച്ചിട്ടില്ല.
വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് യേശുവിൻ്റെ മുൻപിൽ നിന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് യാതൊരു സങ്കോചവുമില്ലായിരുന്നു. നമ്മൾ ഇന്ന് ധ്യാനിച്ച യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായവും അത് തന്നെയാണ് പറയുക. കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയാൻ തോമാസ് ലീഹായ്ക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം ദൈവം ഹൃദയം കാണുന്നവനാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ഈ ആത്മാർത്ഥതയ്ക്ക്, ഈ സത്യസന്ധതയ്ക്ക് ഉള്ള ഉത്തരമായിട്ടാണ് യേശു രണ്ടാമതും ആ സമൂഹത്തിലേക്ക് കടന്നു വരിക. വന്ന് അവിടുന്ന് തോമാസ് ലീഹായോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രിയമുള്ളവരെ, ഏറെ വ്യക്തിപരമായ ആഴമായ ഒരു യേശു അനുഭവത്തിലേക്ക് തമ്പുരാൻ ഈ തോമാസ് ലീഹായെ ക്ഷണിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പോലും അറിയാതെ ഹൃദയത്തിൽ നിന്നും ആ പ്രാർത്ഥന വരുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമാസ് ലീഹായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദുഃഖ്രാന തിരുനാൾ എല്ലാ വർഷവും ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന മനോഹരമായ ഒരു പ്രാർത്ഥന ഇതാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എത്ര ചെറുതാണെങ്കിലും ഇത്ര മനോഹരമായ ഒരു പ്രാർത്ഥന ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ കാരണം അത് വ്യക്തിപരമായ ആഴമായ ദൈവാനുഭവത്തിൽ നിന്നും ഉയരുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞവൻ ഇത്ര വലിയ ഒരു യേശു അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അതാണല്ലോ പിന്നീടുള്ള തോമാസ് ലീഹായുടെ ജീവിതമൊക്കെ സൂചിപ്പിക്കുക. പാരമ്പര്യം നമ്മോട് പറയുന്നുണ്ട്, തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വചനം പങ്കുവയ്ക്കാനായി കടന്നു വന്നു. അവസാനം മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം കുന്തത്താൽ കുത്തപ്പെട്ട് മരണമടയുകയാണ്. യേശുവിന് വേണ്ടി രക്തം ചിന്തി മരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, യേശുവിനെ, തൻ്റെ ഗുരുവിനെ ഇതുപോലെ സ്നേഹിച്ച മറ്റൊരു ശിഷ്യനില്ല. കുരിശിനെ ഇത്രമാത്രം മാറോട് ചേർത്ത് പിടിച്ച മറ്റൊരു ശിഷ്യനില്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു. അവസാനം രക്തം ചിന്തി വചനത്തിന്, തമ്പുരാന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തുറവിയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള ദൈവാനുഭവങ്ങൾ തമ്പുരാൻ നമുക്ക് നൽകും. ഇതുപോലെ തമ്പുരാന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് പറ്റും. ജെറമിയായുടെ പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 10-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുക. ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കുമനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. നമ്മളെപ്പോഴും ധ്യാനിക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. കാരണം തമ്പുരാൻ നമ്മുടെ മനസ്സിനെ പരിശോധിക്കും, നമ്മുടെ ഹൃദയത്തെ നിരീക്ഷിക്കും. പ്രിയമുള്ളവരെ, തോമാസ് ലീഹായുടെ ജീവിതം ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല. അതുകൊണ്ട് തമ്പുരാൻ്റെ മുൻപിൽ സത്യസന്ധതയോടെ നിൽക്കുവാൻ, തുറവിയോടെ നിൽക്കുവാൻ നമുക്ക് പറ്റട്ടെ. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക. സഭാത്മകത, കൂട്ടായ്മ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതില്ലാതെ പോകുമ്പോൾ ചില പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ, ദൈവാനുഭവങ്ങൾ നമുക്ക് നഷ്ടമാകാം. അങ്ങനെ നഷ്ടമായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് തിരികെ വരാൻ നമുക്ക് പറ്റട്ടെ. തിരികെ വന്ന് തോമാസ് ലീഹായെപ്പോലെ ചങ്കിൽ തൊട്ട്, ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ നമുക്കും കഴിയട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയമുള്ളവരെ, തോമാസ് ലീഹായുടെ മാധ്യസ്ഥം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എപ്പോഴും സഹായിക്കട്ടെ. ദൈവം, ഉത്ഥിതനായ തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. ആമേൻ.